ഒരു സ്ഥലത്ത് ഇപ്പൊ അടുത്ത കാലത്ത് ഹണി റോസിനെ കൊണ്ടുവന്നപ്പോ അവരൊരു പ്രത്യേകത ഉണ്ട്, അത് വെച്ച് വട്ടം ചുറ്റിച്ച് അവരെ കാണിച്ചു. പിന്നെ അത് ചുറ്റിച്ചല്ലോ, വളച്ചല്ലോ, ഒടിച്ചില്ലല്ലോ. അതിലെന്താ കുഴപ്പ? അത് വെച്ചിട്ട് താങ്കൾ ബിസിനസ് ഉണ്ടാക്കുന്നു, പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു. ഞാൻ ഇന്ന ഭാഗമാണെന്ന് തൊട്ടു നോക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആകർഷണ ഭാഗം ഇതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വന്നു, സ്വർണ്ണം ഇട്ടു, ഒന്ന് കറക്കി, അത്രയും ഞാൻ കറക്കലാണ്. ആ കറക്കലല്ല ഈ കറക്കല്, ഇത് കടയുടെ ഉള്ളിൽ നിന്നാണ് കറക്കിയത്. ഞാൻ കറക്കിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ബിസിനസ് അല്ലേ, അല്ലാണ്ട് ഞാന് അവിടെ അണി റോസിനെ കൊടുത്തിട്ട് കുർബാന എല്ലാം പറ്റും എനിക്ക്. ഞാൻ അണി റോസിനെ കൊടുന്നു, അത് മുതലാക്കുക എന്ന് പറഞ്ഞ കച്ചവടം ചെയ്യാനാണ്. ഓർണമെന്റ്സ് ഇട്ട് ഡയലോഗ് അടിച്ച് തമാശ പറഞ്ഞ് ആൾക്കാരിലേക്ക് വൈറലാക്കി എന്റെ സ്വർണം വെക്കണ കച്ചവടമാണ്, അതിനല്ലേ കൊടുന്നത്. പിന്നെന്താന്നറിയാ, ചിലവരുടെ മനസ്സില് ഇപ്പൊ രണ്ട് രീതിയിൽ തോന്നും. ഇപ്പൊ ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല, ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ എന്നിൽ അതൊരു കലയാണ്, മനസ്സിലായില്ലേ? കലയില്ലാത്തവന്റെ കയ്യിൽ കൊല മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്റെ കുഴപ്പമില്ലല്ലോ, അതെന്റെ കുഴപ്പമില്ല. താങ്കളുടെ എങ്ങനെ വേണേ നോക്കിക്കാണാം. താങ്കളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ദ്വയാർത്ഥ പ്രയോഗം, കുറച്ച് അശ്ലീലതയും വെച്ച് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയാണ് കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാന ഒരു പഴംപൊരി വെച്ചിട്ട് താങ്കൾ കാണിച്ചിട്ടുള്ള. ഞാൻ വേറെ ഇങ്ങനെ പിടിച്ചാ വേറെ ഒന്നല്ല ഞാൻ കാണിച്ചത്, പഴംപൊരി ആയിരുന്നു അത്. അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പഴംപൊരി അല്ലാണ്ടാവോ? ഇല്ല, അത് ഇത്തിരി നീളമുള്ള പഴംപൊരി ആയിരുന്നു. ഞാൻ പിടിച്ചപ്പോ അത് ഇത്തിരി വളഞ്ഞു. അപ്പോ ഇത് വളഞ്ഞ പഴംപൊരിയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഈ ചേട്ടന്റെ പഴംപൊരി എന്താ വളഞ്ഞിരിക്കണേന്ന് ഞാൻ ചോദിച്ചോളൂ. അപ്പൊ ആൾക്കാർക്ക് അതാണ് ഈ ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു ത്വര. ആ സത്യത്തില് കലാബോധമുള്ളവർ അത് എൻജോയ് ചെയ്തു. താങ്കൾ എല്ലാ കാര്യത്തിലും ഒരു സെക്സ് അതിന്റെ ഇന്നറായിട്ട് കൂട്ടിയിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. സെക്സ് ചെയ്യാണ്ട് ആരും ഉണ്ടാവില്ലല്ലോ, നമ്മളൊക്കെ ഉണ്ടായത് ഈ സെക്സ് ചെയ്തിട്ട് തന്നെയല്ലേ. അത് എന്റെ കണ്ടുപിടുത്തല്ല, സൃഷ്ടിയുടെ ഭാഗമല്ലേ, സയൻസ് അല്ലേ. തെറ്റ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സ്ത്രീ വിഷയങ്ങളും. താങ്കൾ സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളാണെന്ന് പലപ്പോഴും പറഞ്ഞേക്കും, അത് എത്രമാത്രം ശരിയാണ്? എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, താല്പര്യക്കുറവൊന്നുമില്ല. എല്ലാവരെ പോലെ മനുഷ്യനാണ് ഞാൻ, ചോരയും നീരൊക്കെ ഉള്ള ഒരാളാണ്. ഒരു വ്യത്യാസം, ഞാൻ ഒരു തുറന്ന പുസ്തകമാണ്, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കാണാൻ മറയത്താണ്, അത്രയുള്ള വ്യത്യാസമുള്ളൂ. എനിക്ക് ഒരു കുറവുമില്ല, നല്ല ആരോഗ്യം കാര്യങ്ങൾ. പക്ഷെ ഞാൻ ആരെയും ബലാത്സംഗം ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടികൾക്കും പോവില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അത് രണ്ടുപേർക്ക് ഇഷ്ടം ഉണ്ടാവുന്ന ഒരു വികാരമാണ്, അല്ലാണ്ട് ഇതൊരു കച്ചവടം പോലെ പോയി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇതൊന്നുമല്ലല്ലോ. ലോകത്തിലുണ്ട്, രണ്ടുപേർക്ക് ഇഷ്ടമുണ്ട്, പ്രണയം വരാം, അല്ലെങ്കിൽ അടുപ്പം വരാം, തോന്നാം, ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ കണ്ടുപിടിച്ചോന്നല്ലല്ലോ ഇത്. അങ്ങനെയല്ലാതെ നമ്മൾ ആരും ഉപദ്രവിക്കാനോ പിടിക്കാനോ ഒന്നും പോവാറില്ല. പക്ഷെ താങ്കൾക്കെതിരെ ഒരു പെൺകുട്ടി വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള താങ്കൾക്കെതിരെ പരാമർശമായിട്ട് ഒരു വീഡിയോ പ്രചരിച്ചു, അത് താങ്കൾക്കെതിരെ വന്നത് തന്നെയല്ലേ? അതെ, അത് ആ വീഡിയോയിൽ എന്താ ഉള്ളത്? ഒരു കേസോ കൂട്ടോ ഒന്നും ഇല്ലല്ലോ. താങ്കൾ ചതിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ യൂസ് ചെയ്തത് എന്ന് തന്നെയാണ്. ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, അതിലൊന്നുമില്ല. അതില് ആ പെൺകുട്ടി പറയുന്നത് ഇതാണ്: ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരിയുമായിട്ടുള്ള ബന്ധം ഈ കൂട്ടുകാരി അറിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള അടിയുടെ ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ട് അസൂയ ഉണ്ടാവും. അപ്പോ കുടിക്കാത്ത ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു വിസ്കി ബോട്ടിൽ എടുത്ത് അങ്ങോട്ട് കുടിക്കുകയാണ് ഡ്രൈ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ അടിക്കലും ചീത്ത പറയലും ഇതാണ്. പക്ഷെ ആൾക്കാരെ എന്ത് ചെയ്തു? ഇത് ഇട്ട ആൾ എന്ത് ചെയ്തു എന്നറിയാം. ഇത് ഇട്ട ആള് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി എന്നെ മുമ്പ് ഒരു എമൗണ്ട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല എന്ന് മാത്രമല്ല, കൊടുക്കാള് വേറെ പറഞ്ഞു കൊടുത്തു, കാശ് വെച്ചു ഇത് ഇടാതിരിക്കാൻ, നീ ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്തത്? വൈറലാവാൻ വേണ്ടിയിട്ട് എന്റെ ഫോട്ടോ, പിന്നെ ഒരു സെക്സി ആയിട്ടൊരു ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടൊരു പെണ്ണിന്റെ ഫോട്ടോ, ബോച്ചയുടെ ലീലാവിലാസ് അങ്ങനെ എന്തോ, ഇത് കണ്ട വഴിക്ക് പെട്ടു. ആ സമയത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറങ്ങുമായിരുന്നു, ഇത്ര റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു, ലൈവായിട്ടൊക്കെ കാണാമായിരുന്നു. അന്ന് അത്ര പ്രശ്നമില്ല. ഇത് കണ്ടപ്പോ ബോച്ചും ഏതോ ഒരു പെണ്ണും തുറന്നു നോക്കിയപ്പോ നിരാശരായി. ഇതൊന്നുമില്ല, ഒരു പെണ്ണുമില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ആ പെണ്ണിനെ കാണാനില്ല. അപ്പുറത്തിരുന്ന് ഒരു ശബ്ദം എന്നെ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കുന്നു, ഇത്രയേ ഉള്ളൂ. കണ്ടവരൊക്കെ നിരാശരായി, ഇതാണ് ആ കോപ്പ് എന്ന് പറഞ്ഞിട്ട്, ഇത്രയേ ഉള്ളൂ. അപ്പൊ അതോടെ കേസോ വേറെ
ഒന്നുമില്ല, ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. അല്ല, ഏത് കാര്യങ്ങളെയും വളരെ നിസ്സാരമായിട്ട് താങ്കൾ ഹ്യൂമർ സൈഡോട് കൂടിയിട്ട് ആണ് പ്രതികരിക്കുന്നത്. സെൻസ് ഉണ്ടായി പോയില്ല, എന്ത് ചെയ്യാൻ? സെൻസസ് ആക്കാൻ ഈ പറ്റില്ല. വിഷയത്തിലും താങ്കൾ അങ്ങനെയാണോ കാണുന്നത്? എങ്ങനെ? ഇപ്പം പറഞ്ഞ താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ഉണ്ടാവാം, സ്ത്രീ വിഷയങ്ങളിൽ എനിക്ക് താല്പര്യമാണ്. താങ്കൾ മോഹൻലാലും തമ്മിൽ ഒരേപോലെയുള്ള ചിന്താഗതിയാണല്ലോ. അദ്ദേഹം പറയുന്നു, ഒരു ചോദ്യം ചോദിച്ചു, നമ്മളെ മനോരമയിലെ നേരെ ചൊവ്വയില് സണ്ണി ലൂക്കോസ് ഒരു ചോദ്യം ചോദിച്ചു. അതായത് താങ്കൾ ഒരു 3000 പെൺകുട്ടികളുമായിട്ട് എങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിൽ കൂടുതലുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ താങ്കൾ അതേപോലെ സ്ത്രീകളുമായി വനിതയിലെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളുമായിട്ട് താങ്കൾക്ക് ഭയങ്കര താല്പര്യമാണ്. അതെ, എനിക്ക് താല്പര്യമാണ്. അപ്പൊ വേറൊരു സ്റ്റാർഡസ്റ്റിന്റെ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എയ്ഡ്സ് ഉണ്ടാവാം. അതേപോലെ ഹ്യൂമറായിട്ട് വളരെ വളരെ സരസമായിട്ടാണ് താങ്കൾ ഇതിന് മറുപടി പറയുന്നത്. അതേപോലെ ഇപ്പൊ മോഹൻലാലിന് 3000 പറഞ്ഞു, ഇപ്പം 10000 എന്ന് പറയും. താങ്കൾ എത്ര പേർക്കില്ല? ഞാൻ ഈ നല്ല കാര്യങ്ങൾക്കൊന്നും കണക്ക് വെക്കാറില്ല. ഒരു പ്രശ്നമല്ലല്ലോ. എന്തിനാ അതിനൊക്കെ കയ്യും കണക്കൊക്കെ വെക്കേണ്ട കാര്യം? ഒരു പ്രശ്നമില്ല. അത് അതിൻ്റെതായ സമയത്ത് അതേപോലെയൊക്കെ നടക്കും. സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആയിരക്കണക്കിന് അതൊക്കെ ഈ ഒരു പ്രാസ് ഒപ്പിച്ച് പറയുന്നതല്ലേ ഇതൊക്കെ. അല്ലാണ്ട് ഇതെന്താ മെഷീനാണോ ഇത്? സ്വിച്ച് ഇടുമ്പോ ഉള്ള മെഷീനൊന്നും അല്ലല്ലോ. താങ്കള് ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം, രണ്ടു കൂട്ടർക്ക് ഇഷ്ടം ഉണ്ടാവാം, അതൊക്കെ സംഭവിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അതായത് താങ്കൾ ആരെയും നിർബന്ധിച്ചിട്ടോ ബലാത്സംഗം ചെയ്തിട്ടോ ആരെയും കീഴ്പ്പെടുത്താൻ പോവാറില്ല? അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനില്ല. പറ്റാവുന്ന സഹായം പറ്റാവുന്ന കൊടുക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, സ്വസ്ഥമായി ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഇതാണ് എന്റെ പോളിസി. താങ്കള് കുട്ടിപ്രായത്തിൽ തന്നെ മദ്യപിച്ചു തുടങ്ങി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ബാംഗ്ലൂർ വരെ പോയൊരു കഥയാണ്. അതൊക്കെ എത്രമാത്രം ശരിയാണ്? അതൊക്കെ ശരിയാണ്. അതെന്താണ്? അത് ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ കാർ ഓടിച്ച് പോയിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് കാർ എടുത്ത് അംബാസിഡർ ഓടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ കള്ള് അത്യാവശ്യം കുടിക്കും, 2 എണ്ണം ഡെയിലി അടിക്കും, അല്ലെങ്കിൽ ഒരു ബിയർ അടിക്കും. എന്ന് വെച്ചിട്ട് അങ്ങനെ കുടിയനൊന്നുമല്ല. നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്കൊരു വിൽ പവർ ഉണ്ട്. അല്ലാതെ ഇത്ര ഉത്തരവാദിത്തമുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ? ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരു സ്പോർട്സ്മാൻ ആവാൻ പറ്റുമോ? അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ള ആരോഗ്യത്തിന് നല്ലതാണ്. അതെനിക്കറിയില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, മറ്റുള്ളവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. താങ്കളുടെ കാര്യത്തിൽ എന്റെ പെഗ് അടിക്കുന്നത് കൊണ്ടാണ് ആരോഗ്യം എന്ന് ഞാൻ പറയില്ല. അതെന്റെ ഒരു സന്തോഷമാണ്. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം രാവിലെ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു ദോശ, ഒരു പഴം, ഒരു ജ്യൂസ്, വേറെ ഒന്നുമില്ല. ഉച്ചയ്ക്ക് ഇത്ര റൈസ്. ഒരു മീൽസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു 3 ദിവസത്തേക്ക് ഉണ്ടാവും. ഇത്രേ കഴിക്കുള്ളൂ റൈസ്. രാവിലെ ഭക്ഷണം അല്ലേ, ഒരു സലാഡ്, പിന്നെ അല്പം പാനിയും, ഇത്രയേ ഉള്ളൂ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാള് 3 നേരം കഴിക്കുന്ന ഭക്ഷണം അല്ല, എനിക്ക് ഒരു നേരത്തെ അത്രയേ ഉള്ളൂ. അത്ര വ്യത്യാസമാണ് എനിക്ക്, വളരെ കുറവാണ്. അപ്പൊ ഭക്ഷണം കുറവ് കഴിക്കുക എന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. പിന്നെ ദിവസം നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങുക, വ്യായാമം ചെയ്ത് നന്നായി വേർക്കുക, വെള്ളം കുടിക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയും ചെയ്യുക. പിന്നെ നമ്മൾ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. വെള്ളം ഒരു 1-1.5 കുപ്പി വെള്ളം കുടിക്കും. അത് പച്ചവെള്ളം. ഇത്രയേ ഉള്ളൂ. സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക. അതായത് ടെൻഷൻ ഇല്ല എന്നർത്ഥം. ടെൻഷൻ എടുക്കാറില്ല. ടെൻഷൻ വേണമെങ്കിൽ ആവാം, നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ലൈഫിൽ നമ്മൾ പഠിക്കേണ്ടത്, അറിവിലൂടെ നേടേണ്ട ഒരു കാര്യം. മറ്റുള്ളവർക്ക് ലൈഫിനെ കുറിച്ച് താങ്കൾ നൽകുന്ന ഉപദേശം എന്താണ് ഇതിൽ നിന്ന്? അതെ, അപ്പൊ അതില് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് മരിക്കും, എല്ലാ ദിവസവും മരിക്കും. നമ്മൾ ടെൻഷൻ എടുക്കില്ല, അതവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തും. വരട്ടെ അപ്പം നോക്കാം. ടെൻഷൻ എടുക്കില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇഫ് യു ബ്രീത്ത് ഇൻസൈഡ് ടെൻഷൻ, അതിനെ നേരം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പരമാവധി ടെൻഷൻ എടുക്കാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും. അവിടെ ഒരു പടി വെച്ചിട്ടുണ്ട്, അവിടെ നിന്നാൽ മതി. മുമ്പോട്ട് പോവും, ആയ പോലെ മുമ്പോട്ട് പോവും, സമാധാനത്തിൽ സന്തോഷിക്കും. അല്ലാതെ ഇന്ന കാര്യം ഇന്ന പോലെ ഇന്ന ദിവസം ചെയ്തോളണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല, ടെൻഷൻ ആദിവാദി. അതുകൊണ്ട് സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇതാണ് നമ്മുടെ ഒരു നയം. താങ്കള് ദൈവത്തിൽ വിശ്വസിക്കുന്നു? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, സത്യം പറഞ്ഞാല്. ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരാകുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അറിയാത്ത കാര്യം. നല്ലൊരു ഫിലോസഫർ ആണല്ലേ? അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് വാക്കും പറയാൻ വേണമെങ്കിൽ തെറ്റില്ല. അത്യാവശ്യം ഫിലോസഫിയും ആർഗ്യുമെന്റ്സിനും ഒക്കെ ഇരിക്കാറുണ്ട്. ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ റിസർച്ച് ചെയ്തിട്ട്
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്റെ വിവരമില്ലായ്മ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം എത്ര ലക്ഷം കോടി വർഷങ്ങളായി ഈ പ്രകൃതി ഉണ്ടായിട്ട് അറിയില്ല. ദർ ഇസ് നോ പ്രൂഫ്. ഇതിന്റെ അവസാനമുണ്ടോ അറിയില്ല. ജനിച്ചത് എന്തിനാ അറിയില്ല. മരിക്കണത് എന്തിനാ അറിയില്ല. എന്തിന് എത്ര കാലം ജീവിച്ചു അതും അറിയില്ല. പക്ഷെ നമുക്ക് അർഹിക്കുന്നതും കാണുന്നതും അറിയുന്നതുമായ സംവിധാനം ഇതാണെന്ന് അറിയാം. എല്ലാവരും ഈ വഴിക്ക് പോകുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ചോദ്യം, എന്തിന് എന്തിന് ഇത്ര കാലം ജീവിച്ചു, ഇത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാതന്ത്ര്യമില്ലാതെയാണ് മരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല. മനുഷ്യന് ഇല്ലാത്തൊരൊറ്റ സാധനം സ്വാതന്ത്ര്യമാണ്. ഏതൊരു വ്യക്തിയും അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ഞാൻ ജനിച്ചു മരിച്ചു, ഇതിന് ശേഷം എന്ത്? എൻ്റെ അപ്പനെവിടെ, അപ്പൂപ്പനെവിടെ, അപ്പൂപ്പന്മാരെവിടെ? ഒക്കെ മണ്ണിൽ അലിഞ്ഞ് മണ്ണിൽ ചവിട്ടി നടക്കും ഇനി അടുത്ത തലമുറ. ഇതിന്റെ ഒരു ആദ്യം എന്താ അതിന്റെ ഒരു ലക്ഷ്യം? ഒരു സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണ് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഐഡിയ നമുക്കില്ല. സ്വാതന്ത്ര്യം ഇല്ല എന്ന് തന്നെ പറഞ്ഞു, അല്ലെ? സ്വാതന്ത്ര്യം ഉണ്ടോ? നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല.